ഗ്യാസും എല്ലാം ഒഴുകിപ്പോയി. ഇനി അതെല്ലാം പോയി എടുക്കണം. ഇതുകൊണ്ട് വെച്ചിട്ട് വരട്ടെ. ഇപ്പോഴാണ് ഞാനത് കണ്ടത്. നമുക്കിനി അത് പോയി എടുക്കാം. അമ്മ ഗ്യാസ് കുറ്റിയെല്ലാം ഒഴുകിപ്പോയി. ഗ്യാസ് കുറ്റിയൊക്കെ ഒഴുകിപ്പോയേ. കൂട്ടുകാരെ, നമ്മുടെ ചെടിയെല്ലാം വെള്ളത്തിലായി കേട്ടോ. നമ്മള് പൈസ മുടക്കി വാങ്ങിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയ ചെടികളാണ്. എല്ലാം വെള്ളത്തിലായി. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം കയറി കേട്ടോ. നമ്മുടെ കുട്ടനാട്, ഇതാണ് ഞങ്ങളുടെ കുട്ടനാടിന്റെ അവസ്ഥ. 6 മാസം ഞങ്ങൾ വെള്ളത്തിലും 6 മാസം ഞങ്ങൾ കരയിലും കേട്ടോ. ഞങ്ങൾക്കിത് ശീലമായെങ്കിലും അപകടമൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. എൻ്റെ അടീനിയൊക്കെ വെള്ളത്തിലായി. ഞാൻ അവിടോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതും പച്ചമുളകാ. അങ്ങനെ തന്നെ ഇരിക്കട്ടെന്നോ. ചെത്തിയൊക്കെ ഇതാ കെട്ടി വെച്ചിരിക്കുവായിരുന്നു അമ്മ. ഇത് അനക്കണ്ട കേട്ടോ. ബാക്കി നമുക്ക് നല്ല വില കൂടിയ ചെടികളുണ്ട്. അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അതുണ്ട്. ഡാലിയ പൊക്കി വെക്കട്ടെ സ്റ്റേറയിലോട്ട്. വേണ്ടേ? വെള്ളം പൊങ്ങിയാലോ. ഇത്രയും വെള്ളം ഇതേ. ഇന്ന് പകലുകൊണ്ട് കയറിയതാ ഇത്രയും. ഇന്നലെ രാത്രി കുറച്ചേ കയറിയുള്ളൂ. പക്ഷെ ഇന്ന് പകലുകൊണ്ട് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട്. 2 സ്റ്റെപ്പ് മുങ്ങി ഞങ്ങളുടെ. ഇത് വെള്ളമാ ഇതിനകത്ത്. ഇത് പൊക്കിയില്ലല്ലേ. നേരം വിളിക്കുമ്പോ ഇത് നമുക്കിത് എല്ലാവിടെ അടുക്കള സൈഡിലേ കിച്ചന്റെ അവിടെ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. അതേ വെള്ളമില്ല. നമുക്ക് അതേലോട്ട് വെക്കാം. ഇതെല്ലാം അവിടെ പൊക്കി. നമുക്കിത് ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇതാകുമ്പോ ഉണ്ടല്ലോ ഈ സ്റ്റെയറെ വെള്ളമില്ല. സ്റ്റെപ്പയിലെങ്ങും വെള്ളമില്ല. ഇതെന്റെ അടീനിയാണ്ട്. ചട്ടിയൊക്കെ അങ്ങേ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളം വരുമെന്ന്. വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുക ഞാൻ. ഇതെല്ലാം വെള്ളം കയറുമോന്ന് നമുക്ക് അറിയത്തില്ല. രാത്രി ഉറക്കളിച്ചിരുന്ന് നോക്കണം. വെള്ളം കയറുവാണ് അതെങ്ങനെയും മുറിക്കകത്തോട്ടാക്കണം. കൊണ്ടുവന്ന് നമുക്ക് ആ സ്റ്റെപ്പിലോട്ട് വെക്കാം. അതും മുങ്ങാറായി നിൽക്കുക. അറിയത്തില്ല. ഇത്രയും വെള്ളമില്ലായിരുന്നു രാവിലെ കേട്ടോ. ഇപ്പോഴാ ഇത്രയും വെള്ളമായത്. നമുക്കിത് നല്ല രസമല്ലേ ഇതൊക്കെ കാണാം. ഇതിനകത്ത് ഇതേ പഴുതാരയുണ്ട്. അതാ എനിക്ക് പേടി. ഇത് കണ്ട തണുപ്പായതുകൊണ്ട് പഴുതാരൊക്കെ എവിടുന്നൊക്കെയോ നൊരച്ചു വന്നു. വെള്ളം കയറിയതല്ലേ. അപ്പം അതിങ്ങനെ നൊരച്ചു വന്നു. ചട്ടിയെ പിടിക്കാനൊരു ഭയം. താമര കിളിപ്പിക്കാനിട്ടാ. പക്ഷെ അത് കിളിപ്പില്ല. റെഡായത്. നല്ല രസം ഇത് കാണാൻ. എവിടെ ഇരിക്കട്ടെ. ബാക്കിയുടെ കൊണ്ട് വെക്കാം. ഏതായാലും വെള്ളത്തിൽ ഒഴുകിപ്പോയത് നമുക്കൊന്ന് കഴുകി എടുത്ത് വെച്ചേക്കാം. ഇതൊക്കെ നമ്മൾ പൈപ്പിലെ വെള്ളം നിറച്ച് വെക്കുന്ന ഈ കന്നാസിലൊക്കെ വെള്ളം തീർന്നു. ഇവിടെ അതല്ല അവിടെ ഇരിക്കുവായിരുന്നു. ഇത് ഒഴുകിപ്പോയത് വെള്ളം. പെട്ടെന്നല്ലേ വെള്ളം കൂടിയേ. ഇത് എവിടോട്ടാ വെക്കണ്ടേ കാണിക്കുന്നേ? എന്തുവാ ടോമേ കാണിക്കുന്നേ? ഇത് നമുക്കുണ്ടല്ലോ തൽക്കാലം ഇതിന്റെ മേളിലോട്ട് വെക്കാവേ. ചെടിയെ ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ല. നമുക്കിത് സ്റ്റെയറേ വെക്കാം. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമുക്കിതെല്ലാം അടുക്കി സ്റ്റെയറേ വെച്ച്. എന്റെ കയ്യിലോട്ട് പാറ്റ കയറി. പാറ്റയും പ്രാണിയും പഴുതാരും എല്ലാം ഉണ്ട്. അതാ പേടി. കണ്ടോ കൂട്ടുകാരെ, ഒത്തിരി ഉണ്ട്. കണ്ടോ കാന്താരി കണ്ടോ? ഇതെല്ലാം വെള്ളത്തിൽ നിൽക്കുക. ഇത് അനക്കുന്നില്ല. ഞാൻ എന്നിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. കല്ലിന്റെ പുറത്താണ്. ഇത് പോവാതെ കിട്ടിയാൽ മതിയായിരുന്നു. ഏണി വേണ്ട വെള്ളത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ. ഇതും കൂടെ ഒന്ന് നമുക്ക് പൊക്കി വെക്കാം. ഇത് കണ്ടോ ദേ പഴുതാര കണ്ടോ? പഴുതാര എന്നല്ലേ പറയുന്നേ. ഞങ്ങളൊക്കെ എങ്ങനാ പറയുന്നേ. കണ്ടോ എന്നാ പറയുന്നത് പഴുതാര. ഇത് കടിച്ചാ വിഷമാ കേട്ടോ. അതാ എനിക്ക് പേടി. ഇതേ ഇപ്പൊ വെള്ളം കയറിയപ്പോ ഇതിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം പൊക്കം നോക്കി കയറി വരുന്നതാ. വെള്ളം കയറുമ്പോ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്.
വെള്ളം കോരാൻ നടക്കണ്ട, ഇങ്ങനെ കഴുകി എടുക്കാം. പക്ഷെ സാധനങ്ങളെല്ലാം നശിച്ചു പോകും. എന്ത് സാധനം വെച്ചാലും നമ്മുടെ അതെല്ലാം പറമ്പിൽ നശിച്ചു പോകും. അതാണ് കൂടുതലും ഒന്നും വെക്കാൻ താല്പര്യപ്പെടാത്തത്. ആഗ്രഹിച്ച് എന്ത് കൊണ്ട് വെച്ചാലും അതെല്ലാം വെള്ളം കയറി ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ. അതിലെല്ലാം കുമ്പളങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കിട്ടുമോ എന്നറിയത്തില്ല വെള്ളമായതുകൊണ്ട്. നമുക്ക് നല്ല മഴ വരുന്നുണ്ട് ഗൈസ്, നോക്ക് അങ്ങോട്ട് നോക്ക്, നല്ല മഴയുണ്ട്. ഈ ചെടിയെല്ലാം എടുത്ത് നമ്മൾ വെച്ച് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ഇതും കൂടെ കട്ട് ചെയ്ത് പോയി. ഇനിയിപ്പോൾ വെള്ളം കൂടുവാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മടിയാവും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഇതങ്ങ് നമുക്ക് കൊണ്ടുപോകാം കട്ട് ചെയ്ത്. ഇത് ഇനിയും വലുതാവും, ഇത് കണ്ടോ വലുതാവും. പക്ഷെ ഇനി ഇതിവിടെ നിർത്തിയിട്ട് കാര്യമില്ല, വെള്ളവും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഇറങ്ങി വരാൻ. എന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, കായ്ച്ചിട്ടൊന്നുമില്ല. ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒരു കൂട്ടം കൂടി ഇതേ ഒരു കുഞ്ഞു തക്കാളി ഉണ്ട്, അത് ഞാൻ എടുത്ത് ഇതേ ഒരുപാട് സന്തോഷത്തോടെ ബന്ദിപ്പൂ നമ്മുടെ അതേ മുട്ടുകളൊക്കെ വന്നു കേട്ടോ. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയാണ്. ബന്ദിപ്പൂ കൃഷി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചേ കൊണ്ടുവച്ചുള്ളൂ, ബാക്കിയെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി വെച്ച് അതിൽ നമുക്ക് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് പൂവൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കണ്ടില്ലേ, അടിപൊളി മഴയും വരുന്നുണ്ട് കൂട്ടുകാരെ. ഞാൻ ഇപ്പോൾ ഓടും. അതുകൊണ്ട് എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഒരുപാട് സന്തോഷം, എല്ലാവരും കണ്ടല്ലോ അല്ലേ, ഞങ്ങളുടെ അവസ്ഥകളൊക്കെ കണ്ടല്ലോ, ഒത്തിരി സന്തോഷം. പോയി വരാം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ. മഴ പെയ്യുന്നു കണ്ടോ, മോനില്ലാത്തോട്ട് കൊണ്ടുപോകണം. മഴ പെയ്ത് തുടങ്ങി. ഇത് നമ്മുടെ സ്റ്റെപ്പിലൊക്കെ വെള്ളം കയറിയണ്ടോ. രാവിലെ ഈ സ്റ്റെപ്പിലൊന്നും ഇല്ല, ഇപ്പം കയറിയത്. നല്ല മഴയും പെയ്തു കേട്ടോ.